കോട്ടലിൽ അഭിനയിച്ച നായകനും അൺലോക്ഡ് ദ ഓഫീസ് എന്ന് പറയുന്ന മൂവിയുടെ ഡയറക്ടറായിട്ടുള്ള സംവിധായകനും ഒന്നിച്ചപ്പോൾ കിട്ടിയ ഒരു മൂവിയാണ് വാൾ ടു വാൾ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഇത് നെറ്റ്ഫ്ലിക്സിൽ റീസെന്റ് ആയിട്ട് റിലീസായ ഒരു കൊറിയൻ മൂവിയാണ്. ഈ ഒരു സിനിമ സംസാരിക്കുന്ന വിഷയം അപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന നോയിസ് പൊല്യൂഷനും അതിനെ ബേസ് ചെയ്തുണ്ടാകുന്ന നായകന്റെ ലൈഫിൽ നടക്കുന്ന കുറേ സംഭവങ്ങളുമാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള സ്റ്റോറി. സോ ഇതിൽ നിന്നൊക്കെ നായകൻ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എന്നുള്ളതാണ് ഈ ഒരു മൂവിയുടെ കഥ. സോ ഇത് വളരെ റിലവൻസ് ഉള്ള ഒരു സ്ക്രിപ്റ്റാണ്. അതിന് അത്യാവശ്യം നല്ല റിച്ച്നെസ് ഉള്ള ഒരു മേക്കിംഗ് ഈ ഒരു മൂവിക്കുണ്ട്. മെയിൻലി ഈ ഒരു സിനിമ നമ്മളെ ആ ഒരു എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ചില സീക്വൻസസ് ഉണ്ട്, അതിലെയൊക്കെ മേക്കിംഗ് എടുത്തു പറയേണ്ട ഒന്നാണ്. സോ അതുപോലെ തന്നെ ഈ ഒരു മൂവി പോകുന്ന ആ ഒരു കട്ട്സ് ഒക്കെ ഉണ്ട് ഈ ഒരു സിനിമയിൽ വരുന്നുണ്ട്. ഒരു എൻറ്റയർലി സംഭവങ്ങളൊക്കെ കാണിക്കുന്ന നായകന്റെ മെന്റൽ എക്സോഷനൊക്കെ കാണിക്കാൻ വേണ്ടി വരുന്ന അത് ആ രീതിയിലുള്ള കട്ട്സ് ഒക്കെ ഈ ഒരു മൂവിയിൽ വരുന്നുണ്ട്. അതൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ അതിനും കൂടെ തന്നെ ഈ ഒരു സിനിമ ഒരു ബിട്രയൽ അങ്ങനെ പല പല സംഭവങ്ങളും ഈ ഒരു ഹ്യൂമൻ ഇമോഷൻസിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് സംസാരിക്കുന്ന ഒരു മൂവിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് ഇതിന്റെ സംവിധായകൻ മുന്നോട്ട് വെക്കുന്നത്. സോ അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്ക് നെഗറ്റീവ്സും ഉണ്ട്. അതായത് ഈ ഒരു സിനിമ കൂടുതലും എഫക്റ്റീവ് ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇന്നോവേഷൻസ് ഉണ്ടെങ്കിൽ പോലും ക്ലൈമാക്സിലെ ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള എൻഡിങ് ആണ് പ്രസന്റ് ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാവുന്ന പോലെ ഇരിക്കും ഈ ഒരു മൂവി നമുക്ക് വർക്കാവുന്നത്. അതുപോലെയുള്ള ഒരു മേക്കിംഗ് ആണ്. സോ ചിലയിടങ്ങളിൽ നമുക്ക് ചെറിയ ലാഗ് ഒക്കെ അനുഭവപ്പെടും. അത് ഈ ഒരു മൂവിയുടെ പ്രശ്നമാണ്. സോ അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള പെർഫോമൻസസ് ഈ ഒരു മൂവിയിലുണ്ട്. അതാണ് ഈ ഒരു മൂവിയുടെ ഒരു മെയിൻ ആയിട്ടുള്ള പോസിറ്റീവ് എന്ന് പറയുന്നത്. സോ നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു മൂവി അവൈലബിൾ ആണ്.